തലസ്ഥാന നഗരസഭയുടെ വികസന ബ്ലൂ പ്രിന്റ് ട്രെൻഡിങ് ട്രോൾ ആയപ്പോൾ നിന്ന നിപ്പിൽ ഒരു മനസാക്ഷിയില്ലാതെ മേയർ വി രാജേഷ് ആ ബ്ലൂ പ്രിന്റിനെ അങ്ങ് നിരാകരിച്ചിരിക്കുകയാണ്. ചോദ്യം കേട്ടപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏത് ബ്ലൂ പ്രിന്റ്, എവിടത്തെ ബ്ലൂ പ്രിന്റ്, എപ്പോഴത്തെ ബ്ലൂ പ്രിന്റ്, ആരുടെ ബ്ലൂ പ്രിന്റ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ച ഇരുന്നിട്ട് വി രാജേഷ് ആ ചോദ്യം ചോദിച്ചപ്പോൾ ചേടാ മോനെ വല്ലാത്ത ജാതി തൊലിക്കട്ടി എന്നാന്ന് നാട്ടുകാർ പറയുകയാണ്. ഈ ബ്ലൂ പ്രിൻ്റ് എന്നുള്ള വാക്കോ ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കുന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മേയർ എന്നുള്ള നിലയ്ക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലൂ പ്രിൻ്റ് എവിടെ ബ്ലൂ പ്രിൻ്റ്, ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. രണ്ട്, പ്രധാനമന്ത്രി വന്ന് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നുവെന്നും ഞാൻ ഒരിടത്തും മേയർ എന്നുള്ള നിലയ്ക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും അങ്ങ് ഏത് സമയത്ത് അങ്ങയുടെ കയ്യിൽ ഈ വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാലും അയച്ചു തന്നാൽ ഞാൻ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ തയ്യാറാണ്. ആദ്യമായിട്ടാണ് ബ്ലൂ പ്രിന്റ് എന്നൊരു വാക്ക് കേൾക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എനിക്കറിയത്തില്ല, എവിടെയെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചതാ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണ്ടേ? അതായത് സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ ആരാണ്? സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ അഥവാ BJP പ്രസിഡന്റ് രായു മൊയ്ലാളി തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിൽ ഇവരെ എല്ലാവരെയും കൂടി കൂട്ടിയിരുത്തി പറഞ്ഞ കാര്യം, അതായത് പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ നിലപാടാണല്ലോ. ആ പാർട്ടിയുടെ നിലപാടല്ലേ ആർക്കും ഉണ്ടാകാവൂ, രാജേഷിനും ഉണ്ടാകാവൂ. രാജേഷ് എന്നത് കേട്ടോണ്ടിരുന്നതിന് ശേഷം ഇന്നിപ്പോൾ ഒരു മനസാക്ഷിയില്ലാതെ ഈ ബ്ലൂ പ്രിന്റ് ഏത്, എന്ത്, എവിടെ, എപ്പോഴെന്നൊക്കെ ചോദിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഈ നാട്ടിൽ ഒരു വിലയില്ലേടേ എന്ന് ചോദിക്കുകയാണ്. അതെന്തുകൊണ്ടെന്നല്ലേ? ദേ ഒന്ന് കേട്ടെ. അടുത്ത 45 ദിവസം ഈ ടീം ഇരിക്കുന്ന ടീം 101 പേര് നമ്മളെ ടീമും മറ്റവരെല്ലാം ഇരുന്ന് വാർഡ് തലത്ത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. എന്താണ് 5 കൊല്ലം വാർഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് 5 കൊല്ലം ചെയ്യേണ്ടത്, ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളുടെ ഒപ്പം അവരുടെ അഭിപ്രായം എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന്റെ പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും. കണ്ടല്ലോ, ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ആണോ? ബ്ലൂ പ്രിന്റ് വികസനം കണ്ട് നഗരവാസികൾക്ക് പൊറുതി മുട്ടി. പൊന്നോ, ഇനി നിങ്ങളെ ബ്ലൂ പ്രിന്റ് വേണ്ടേ എന്ന്, ഞങ്ങളുടെ ഉയരെങ്കിലും തിരിച്ചു തന്നാൽ മതി. ഇൻഡോർ മോഡലിലേക്ക് നമ്മുടെ ബ്ലൂ പ്രിന്റ് വികസനം എത്തിയപ്പോഴാണ് പറഞ്ഞത് മതിയേ, തലസ്ഥാന നിവാസികൾക്ക് 3 മാസം കൊണ്ട് തികഞ്ഞേ എന്നൊരർത്ഥത്തിൽ എത്തുമ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടില്ല, ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. രാജേഷിനെയും കൂടി ഇരുത്തി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നാകെ റദ്ദാക്കി കളയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, ഒരു സംഖ്യ എന്താണെന്ന് നിങ്ങൾക്കൊരു ഉത്തരം കൂടിയാണ്. അതായത് എന്തെങ്കിലും എനിക്ക് നേരെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഞാൻ പയ്യെ നൈസ് എസ്കേപ്പ് എന്ന് പറയില്ല, അതായത് ഓടി ഉണ്ടയിടുക എന്ന് പറയുന്ന പോലെ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പമിരുന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി അധ്യക്ഷനെ തന്നെ മേയർ തള്ളിപ്പറഞ്ഞൊരവസ്ഥ വരികയാണ്. ഒരു രായു മൊയ്ലാളി ഒരു അവസ്ഥയെ മേയർ ആയതിനു ശേഷം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, വല്ലവനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്വം അല്ല എന്ന് പറയുമ്പോൾ ഇത്ര വിലയുള്ളാടെ ഒരു മൊയ്ലാളിക്ക് എന്ന് നാട്ടുകാർ ചോദിച്ചാലോ പരിഹസിച്ചാലോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി, ബ്ലൂ പ്രിന്റ് വികസനം നടത്തുമെന്ന് പറഞ്ഞത് ഇപ്പോൾ മൊത്തത്തിൽ തികഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലൂ പ്രിന്റ് എന്ന് മിണ്ടരുത് എന്ന രീതിയിലേക്ക് മേയറും സംഘവും എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടിയിലെ ഏതെങ്കിലും കിണ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തമില്ല എന്ന രീതിയിൽ പറഞ്ഞു നിർത്തുമ്പോൾ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ തിരിച്ചടിച്ചൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്തിന് ഏതിനും ബ്ലൂ പ്രിന്റ് എന്ന വാക്ക് വെച്ച് ട്രോളുന്ന കണ്ടിട്ട് രാജേഷിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞെങ്കിൽ വേറെ, ഞാനും സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല, ആ സ്റ്റേറ്റ്മെന്റിന് എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുമ്പോൾ ഐക്യം നോക്കണേ, ഐക്യം. 3 മാസം കൊണ്ട് മേയർ വേറെ അധ്യക്ഷൻ വേറെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വലിയ അടിയിലെ ഈ കാര്യങ്ങൾ തീരുള്ളൂ. അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നിപ്പോൾ ന്യൂസ് മലയാളം ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ തുടക്കമായിരിക്കുന്നത്.